നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ബി.ജെ.പി. പ്രവർത്തകനായിരുന്ന കണ്ണൂർ മുഴപ്പിലങ്ങാട് സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ CPM നേതാക്കളും പ്രവർത്തകരും അടക്കം 9 പ്രതികൾ കുറ്റക്കാർ. 10ാം പ്രതിയെ വെറുതെ വിട്ടു. CPM വിട്ട് BJP-യിൽ ചേർന്ന വിരോധത്തിൽ 2005 ഓഗസ്റ്റ് 7-ന് രാവിലെയാണ് സൂരജിനെ കൊലപ്പെടുത്തിയത്. രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴുവും കൊടുവാളും അടക്കം ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ്. RSS പ്രവർത്തകൻ മുഴപ്പിലങ്ങാട് എളമ്പിലായി സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ 9 CPM പ്രവർത്തകർ കുറ്റക്കാരെന്ന് ജില്ലാ സെഷൻസ് ജഡ്ജി KT നിസാർ അഹമ്മദ് വെള്ളിയാഴ്ച രാവിലെ 11-ഓടെ വിധിച്ചു. ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. CPM പ്രവർത്തകനായ സൂരജ് BJP-യിൽ ചേർന്നതിന്റെ വിരോധം മൂലം കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. CPM പ്രവർത്തകരായ പത്തായക്കുന്ന് കാരായന്റെ വീട് ഹൗസിൽ TK രജീഷ്, കാവുംഭാഗം പുതിയടത്ത് ഹൗസിൽ NV യോഗേഷ്, എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പ് കണ്ടിൻ ഹൗസിൽ K ഷംജിത്ത് എന്ന ജിത്തു, കൂത്തുപറമ്പ് നരപൂരിലെ PM മനോരാജ്, മുഴപ്പിലങ്ങാട് വാണിയവന്റെ വളപ്പിൽ നെയ്യോത്ത് സജീവൻ, പണിക്കൻവീട് ഹൗസിൽ പ്രഭാകരൻ, പുതുശ്ശേരി ഹൗസിൽ KV പത്മനാഭൻ, മനോമ്പേത്ത് രാധാകൃഷ്ണൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. 10ാം പ്രതിയെ വെറുതെ വിട്ടു. 2005 ഓഗസ്റ്റ് 7-ന് രാവിലെ 8:40-ന് ഓട്ടോയിലെത്തിയ സംഘം മുഴപ്പിലങ്ങാട് ടെലിഫോൺ എക്സ്ചേഞ്ചിന് മുമ്പിൽ വെച്ചാണ് സൂരജിനെ വെട്ടിക്കൊന്നത്. കേസിൽ 28 സാക്ഷികളെ വിസ്തരിച്ചു. 51 രേഖകൾ ഹാജരാക്കി. കൊലപാതകം, ഗൂഢാലോചന എന്നീ കുറ്റം ചുമത്തി 12 CPM പ്രവർത്തകർക്കെതിരെയാണ് കേസുണ്ടായിരുന്നത്. 2 പ്രതികൾ സംഭവശേഷം മരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് P പ്രേമരാജൻ, പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് CK ശ്രീധരൻ, അഡ്വക്കേറ്റ് NR ഷാനവാസ് എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.